വാടക കൊടുക്കുക പൈസ ഇല്ലാത്തതുകൊണ്ട് മാറി നിൽക്കുക. നമ്മളിതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഇതുകൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ അച്ഛൻ്റെ ഇളയ മകളുടെ വീട്ടിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം. ഇതിന് മുമ്പ് എനിക്ക് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഇതുപോലെ മുട്ടിയാറ് വെച്ചിട്ട് ടിക്കറ്റ് പോയായിരുന്നു, അന്നും പോയതാണ്. കോട്ടയം കടുത്തുരുത്തിയിൽ ഇന്നലെ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ കേൾവി പരിമിതിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കബളിപ്പിച്ചുകൊണ്ട് 5000 രൂപയാണ് തട്ടിയത്. അതായത് 50 ലോട്ടറി 2500 രൂപയ്ക്ക് ലോട്ടറിയും 2500 രൂപ കയ്യിലും മേടിച്ചു കൊണ്ടുപോയി. അതായത് 97 ലോട്ടറിയിൽ 68 ആ ടിക്കറ്റ് നമ്പറിന് 68 പ്രൈസ് അടിച്ചിരുന്നു. പക്ഷെ 97 ടിക്കറ്റിൽ ആ പ്രൈസിന്റെ ഭാഗം മാറ്റി വെച്ചുകൊണ്ട് അത് പ്രൈസ് വീണ ലോട്ടറി ടിക്കറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ കബളിപ്പിച്ചിരിക്കുന്നത്. കടുത്തുരുത്തി ബൈപ്പാസിലേക്ക് കയറുന്ന ഭാഗത്ത് നിന്നുകൊണ്ടായിരുന്നു ഇദ്ദേഹം കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയല്ലേ? എങ്ങനെയായിരുന്നു ചേട്ടാ ഈ ആൾ വന്ന് നമ്മളെ വന്ന് സമീപിക്കുന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ മുട്ടിയറയിൽ ഒരു 10-35-40 കോടി കടുത്തുരുത്തി നടക്കുമായിരുന്നു. അപ്പോൾ ITC ഇറങ്ങി ചെല്ലുമ്പോഴത്തെ ബൈപ്പാസ് എത്തിയായിരുന്നു. ഈ പുള്ളി ബൈപ്പാസ് വഴി കയറി വന്നിട്ട് എൻ്റെ അടുത്തുണ്ട് ബൈക്ക് എടുത്ത് 2 ടിക്കറ്റ് തന്നു നോക്കാൻ. ഞാൻ ആ 2 ടിക്കറ്റ് നോക്കി പറഞ്ഞത് 5000 പ്രൈസ് ഉണ്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് മൊബൈലിൽ സ്കാൻ ചെയ്തപ്പോൾ ഉണ്ട്. 2-3 പ്രാവശ്യം ചെയ്ത ലിസ്റ്റ് നോക്കിയപ്പോൾ പ്രൈസ് ഉണ്ട് അതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മാറാമെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ടിക്കറ്റ് കഴിഞ്ഞ മഴകളായതുകൊണ്ട് നിർത്തിയിട്ട് തുടങ്ങിയിട്ട് 3 ദിവസമായുള്ളൂ. ഈ 3 ദിവസം ടിക്കറ്റ് മിച്ചം വന്ന് കടയിലും കടായി മാമത്തെ വിഷമിച്ചിരിക്കുമ്പോഴാണ് 50 ടിക്കറ്റ് എടുത്തു. ബാക്കി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 50 ടിക്കറ്റ് എടുത്തപ്പോൾ 2500 പോയിട്ട് ബാക്കി 2500 പുള്ളിയുടെ കയ്യിലും കൊടുത്തു. പുള്ളി മേടിച്ച് തിരിച്ച് താഴോട്ട് പോവുകയും ചെയ്തു. അത് ഞാൻ ലോട്ടറി കടയിൽ ചെന്നതുകൂടെ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. കുറേ കടുത്തിരുത്തി തന്നെ മാറാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അവിടെ പൈസയുടെ മാർക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്നൊരു 12-1 മണിയോടുകൂടിയും കുറളയാടുമ്പോൾ കടയിൽ വന്ന് ആ ടിക്കറ്റ് അവിടെ കൊടുത്തപ്പോഴത്തേക്കും പുള്ളി ഇപ്പം നിവർത്തിയിട്ട് തൂത്ത് നിവരാൻ വേണ്ടി തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡേറ്റ് വെച്ചിരുന്ന ഭാഗം മാറിപ്പോയി. അങ്ങനെ പുള്ളിയപ്പോഴത്തേക്ക് എനിക്കൊരു പെട്ടെന്നൊരു വിഷമമായിപ്പോയി. ഞാൻ ഒത്തിരി കടവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ്. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പിന്നെ തോന്നി. ഞാൻ അവിടുന്ന് ഇറങ്ങി കടുത്തി സ്റ്റേഷനിൽ ചെന്ന് ഇപ്പം അവരോട് പറഞ്ഞ് 6:30 അവരുള്ളൂ. അപ്പം അവരെ നിൽക്കാൻ പറഞ്ഞ്. അപ്പം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അവിടുന്ന് നേരെ കടുത്തിരുത്തി മാർക്കറ്റിൽ ചെന്നു. അപ്പം എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി അവിടെ ചായപ്പീടിയല്ല ചെന്നത്. അവിടെ ഒരു സാധൻ ചേട്ടനുണ്ട്, വളക്കട നടത്തുന്നതാണ്. അപ്പോൾ ആ സാധൻ ചേട്ടനോട് ചോദിച്ചു എന്നെ ഇപ്പോൾ വന്നെന്ന് ചോദിച്ചു. രാവിലെ എന്നിട്ട് പോകുന്ന 2:30 കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുത്തി അവർ ടിക്കറ്റെല്ലാം മേടിച്ച് നോക്കി. പുള്ളി അന്നേരം അവിടെ വ്യാപാരികളെല്ലാം വിളിച്ച് പച്ചക്കറി കടയിലെ ചേട്ടനവരെല്ലാവരും കൂടെ വന്ന് അന്നേരം തന്നെ എനിക്ക് ഒരു ടിക്കറ്റിൻ്റെ ഈ ടിക്കറ്റ് കടക്കാരൻ കട എനിക്ക് തരുന്നത്. ഞാൻ വിറ്റ് 5220 രൂപ വിറ്റ് കൊടുത്തെങ്കിൽ നാളത്തെ ടിക്കറ്റ് എനിക്ക് പുള്ളി തരുള്ളൂ. പിന്നെ വേറെ പൈസ കൊടുക്കാനുമുണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള തന്നെ തീരുമാനിച്ചാണ് ചെന്നപ്പോൾ ഇങ്ങനെ പുള്ളിയെ വിളിച്ചിരുത്തിയിട്ട് ഇവർ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ടിക്കറ്റ് എടുക്കുന്ന പൈസ എല്ലാവരും കൂടെ ഈ സഹായം ചേട്ടനും പച്ചക്കറി കടയിലെ ചേട്ടനും ബാക്കി എല്ലാവരുടെ കൂടി എനിക്ക് സഹകരിച്ച് തന്നു. സംഭരിച്ച് ഇവരെന്നെ ഏൽപ്പിച്ചിട്ട് പറയും ഇവിടെ ഇരിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഇട്ടിരുന്ന് ഞാൻ ഇവരെന്നെ പരാതി തന്ന് ഇവർ സ്റ്റേഷനിൽ കൂടെ കൊടുത്തു. ഞാൻ 5:30 അവിടെ നിന്ന് ഇറങ്ങിയത്. ഇയാളെ കണ്ടിരുന്നു? എങ്ങനെ ഇയാൾ വന്നത് എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്? പക്ഷേ അതിന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ജീൻസ് ഷർട്ടുമാണ്, മുഖം കാണാൻ പറ്റിയല്ല. ഒരു ചെറുപ്പക്കാരനാണെന്നാണ് തന്നെ തോന്നുന്നത് അല്ലേ? അതെ, ഒരു 30 വയസ്സ് താഴെ ഉള്ളൂ. മുഖം കാണാനും കഴിഞ്ഞില്ല. മുഖം കാണാനില്ല, ഹെൽമെറ്റ് വെച്ചേക്കുവാണ്, മുഖം കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ 2500 രൂപ കയ്യിൽ വാങ്ങുകയും 50 ടിക്കറ്റ് മേടിച്ചു പോവുകയാണ് ചെയ്തത്. ടിക്കറ്റും മേടിച്ചു. അതിൽ ഇന്നലെ 500 പ്രൈസും ഉണ്ട് ആ ടിക്കറ്റിൽ. ഇപ്പം ഈ തന്ന ടിക്കറ്റിന് 500 രൂപ പ്രൈസ് വേണ്ടി ആ പുള്ളിക്ക് കൊടുത്ത ടിക്കറ്റിൽ പ്രൈസും വീണിട്ടുണ്ട്. 500 പ്രൈസാണ് വീണേക്കണത്. മൊത്തപ്പോ ഭയങ്കര നഷ്ടത്തിലാക്കി അയാൾ തള്ളി വിട്ടല്ലേ? ഇത്തരത്തിലൊരു മനുഷ്യല്ലാത്ത പ്രവൃത്തിയാണല്ലേ സാറേ? ഞാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വാടക കൊടുക്കാൻ മാർഗ്ഗമില്ല. ഞാനിപ്പം ചാച്ചൻ്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലാണ് താമസിക്കണത്. എൻ്റെ ഭാര്യയും മക്കളും പെങ്കൊച്ച് പഠിക്കുന്നത് ചെറുക്കനും പഠിക്കുന്നത് അവർ അവിടെ വീട്ടിലാണ് താമസിക്കണത്. 4 കൊല്ലമായിട്ട് വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മാറി നിൽക്കുന്നത്. നമ്മളിതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഇതുകൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ ചാച്ചൻ്റെ ഇളയ പെങ്ങളുടെ വീട്ടിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം. ഇതിന് മുമ്പ് എനിക്ക് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഇതുപോലെ മുട്ടിയാറ് വെച്ചിട്ട് ടിക്കറ്റ് പോയായിരുന്നു, അന്നും പോയതാണ്. അന്ന് പോയാലും അന്ന് ഇതുപോലെ ഇപ്പോഴാണ് പോണത്. എന്തായാലും മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തി എന്ന് തന്നെയാണ് അത് വിശേഷിപ്പിക്കാൻ കഴിയുക. കാരണം ഈ ചേട്ടന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സംസാരിക്കുന്ന പോലെയല്ല, കുറച്ച് ഉറക്കെ സംസാരിച്ചാലാണ് അദ്ദേഹത്തിന് പറയുന്നത് കേൾക്കാൻ പോലും കഴിയുള്ളൂ. ആ ടിക്കറ്റിൽ ആ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതായത് പറ്റിക്കപ്പെട്ട അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പറ്റിച്ച ആ ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് കൊടുത്താണ് അദ്ദേഹത്തെ പറ്റിക്കുന്നത്. 5000 രൂപയുടെ വാങ്ങിക്കൊണ്ടുപോയി അതിൽ 500 രൂപ പ്രൈസും മേടിച്ചു. കടം വാങ്ങി ചെയ്യുന്ന മനുഷ്യരാണ്. ഇത്തരത്തിൽ കണ്ണിൽ ചോരാത്ത പ്രവൃത്തിയാണ് എന്തായാലും ഒരു യുവാവിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കടുത്തുരുത്തി പോലീസ് ഇതിന് സമയത്ത് CCTV അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം എന്തായാലും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. കാരണം പാവപ്പെട്ട മനുഷ്യരെയാണ് ഇങ്ങനെ പറ്റിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കാലത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.